ആന എഴുന്നള്ളിപ്പിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ആനയില്ലെങ്കിൽ ഹിന്ദുമതം ഉണ്ടാവില്ലേ എന്ന് കോടതിയുടെ ചോദ്യം. എഴുന്നള്ളിപ്പിൽ കുട്ടികളെപ്പോലെ സംരക്ഷിക്കേണ്ടതാണ് ആനകളെ. ആനപ്രേമികളെയും കോടതി വിമർശിച്ചു. ചങ്ങലയിൽ ബന്ധിച്ച ആനകളെ കണ്ടാണോ ആസ്വദിക്കുന്നതെന്ന് കോടതിയുടെ ചോദ്യം. ലിഡിയ ജേക്കബ് വിശദാംശങ്ങൾ നൽകും. ലിഡിയ, കഴിഞ്ഞ ദിവസവും വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നതാണ് ഈ ആന എഴുന്നള്ളിപ്പിൽ. ഇന്നിപ്പോൾ പുതിയ വിമർശനങ്ങൾ എന്തൊക്കെയാണ്? സൈഫു, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളായിരുന്നു കോടതി ഉന്നയിച്ചിരുന്നത്. ഇന്നും അതുപോലുള്ള വലിയ വിമർശനങ്ങൾ തന്നെയാണ് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കോടതി ഉന്നയിക്കുന്നത്. ആനകൾ തമ്മിലുള്ള എഴുന്നള്ളിപ്പിന്റെ സമയത്ത് ആനകൾ തമ്മിലുള്ള അകലത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് ഇന്ന് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. 3 മീറ്റർ അകലത്തിൽ എത്ര ആനകളെ അണിനിരത്താൻ സാധിക്കുമെന്നാണ് കോടതി ആദ്യം ചോദിച്ചത്. 22 മീറ്ററിൽ എത്ര ആനകളെ, അതായത് 3 മീറ്റർ അകലത്തിൽ എത്ര ആനകളെ അണിനിരത്താൻ സാധിക്കും? ആനകൾ തമ്മിൽ സ്പർശിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അത്തരത്തിൽ ആനകളുടെ യാതൊരു സുരക്ഷയും പരിഗണിക്കാതെയാണ് ആനകളെ എഴുന്നള്ളിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ആനകളെ എഴുന്നള്ളിക്കുന്നത് വലിയ രീതിയിൽ ആനകളുടെ സുരക്ഷയ്ക്കും അതുപോലെ മറ്റുള്ളവരുടെ ഉത്സവങ്ങൾക്കും മറ്റും വരുന്ന ആളുകളുടെ സുരക്ഷയ്ക്കും വലിയ രീതിയിൽ ഭീഷണിയാകുന്നുണ്ട്. ഈ ആനകൾ ഇത്തരത്തിൽ അകലം പാലിക്കാതെ എഴുന്നള്ളിക്കുന്നത് വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഒപ്പം ഈ ആനകളെ എഴുന്നള്ളിക്കുന്നത് വഴി ഇത്തരത്തിൽ മതാചാര പ്രകാരം, അതായത് ഹിന്ദുമതം നിലനിൽക്കില്ലേ എന്നൊരു രീതിയിലുള്ള ചോദ്യം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ആനകളെ എഴുന്നള്ളിക്കുക എന്നുള്ളത് അത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണോ? ആനകളെ എഴുന്നള്ളിച്ചില്ലെങ്കിൽ ഹിന്ദുമതം തകരുമോ എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ് ഈ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ്. ഹർജിയിൽ നിന്ന് സുപ്രധാനമായ തീരുമാനങ്ങളോ നിലപാടെടുക്കലോ എന്തെങ്കിലും ഉണ്ടായോ ലിഡിയ? നിലവിൽ ഹർജി വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൃത്യമായിട്ടുള്ള നിലപാടുകളും അല്ലെങ്കിൽ തീരുമാനമെടുക്കലും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. എങ്കിലും ഇത്തരത്തിൽ ആനകളെ എഴുന്നള്ളിക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ ആനകളുടെ അകലം സംബന്ധിച്ച് ഇത്ര മീറ്റർ അകലം ഉണ്ടാവണം എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനങ്ങളോ ഉത്തരവുകളോ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും വലിയ വിമർശനങ്ങളും വലിയ ചോദ്യങ്ങളും തന്നെയാണ് ഹൈക്കോടതി, രൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് ഹൈക്കോടതി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആനകളുടെ അകലത്തിലും അതുപോലെ ആനകളെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആനകളെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുമ്പോൾ പാലിക്കേണ്ട നിയമ നടപടികൾ അല്ലെങ്കിൽ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏതൊക്കെ രീതിയിലാണ് എന്നുള്ള കാര്യത്തിൽ വലിയ വിമർശനങ്ങളും ചോദ്യങ്ങളും തന്നെയാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. കുട്ടികളെ പോലെ പരിപാലിക്കേണ്ട ഒരു ജീവി തന്നെയാണ് ആന. അത്തരത്തിൽ കുട്ടികളെ പോലെ പരിപാലിക്കുമ്പോൾ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം, അകലം പാലിക്കണം, ആനകൾ തമ്മിൽ സ്പർശിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത്തരത്തിൽ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ ഒരു ആചാരം, എന്തിനാണ് ഇത്തരത്തിലൊരു മതാചാര ഒരു ചടങ്ങ് എന്തിനാണ് നടത്തുന്നത് എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതി ഇന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഹിന്ദുമതം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ആനകളെ എഴുന്നള്ളിക്കുന്നത് അത്യാവശ്യമാണോ, അല്ലെങ്കിൽ ആനകളെ എഴുന്നള്ളിച്ചില്ലെങ്കിൽ ഹിന്ദുമതം തകരുമോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. സേഫു, ആനപ്രേമികളോടും കാര്യമായ വിമർശനവും ചോദ്യങ്ങളും കോടതി ഉന്നയിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്താണ് കോടതി എന്ന് പറഞ്ഞത്? ആനപ്രേമികളെ സംബന്ധിച്ച് ഇന്നും കോടതി വിശദമായിട്ടുള്ള ഒരു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് ആനകളെ ചങ്ങലയ്ക്ക് കെട്ടി അത് കണ്ടാസ്വദിക്കുന്നതാണോ ആനകളോടുള്ള സ്നേഹം എന്നുള്ള രീതിയിലാണ് കോടതി ഇന്ന് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ആനപ്രേമികൾ ഇത്തരത്തിൽ ആനകളെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നതിൽ ഒരു കാരണവശാലും അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യങ്ങളും അല്ലെ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ ചങ്ങലയിൽ കെട്ടിയ ആനകളെ ഉത്സവത്തിന് പ്രദർശിപ്പിക്കുന്നതും അതുപോലെ എഴുന്നള്ളിക്കുന്നതുമൊക്കെ കണ്ട് ആസ്വദിക്കുന്നതാണോ ഇത്തരത്തിലൊരു ആനകളോടുള്ള സ്നേഹം എന്നാണ് ഹൈക്കോടതി ഇന്ന് ചോദിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു പരിഹാസമാണ് ആനപ്രേമികളോടും പ്രേമികളെ കുറിച്ചും ഹൈക്കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ആന എഴുന്നള്ളിപ്പിലെ ഹർജി പരിഗണിക്കുന്നതിനിടെ തുടർച്ചയായി വീണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എഴുന്നള്ളിപ്പിൽ കുട്ടികളെപ്പോലെ സംരക്ഷിക്കേണ്ടതാണ് ആനകളെ. ആനപ്രേമികൾ ആസ്വദിക്കുന്നത് ഈ ചങ്ങലക്കിട്ട് ബന്ധിച്ചിരിക്കുന്ന നിസ്സഹായാവസ്ഥയിലുള്ള ആനകളെയാണോ ഈ ആനപ്രേമികൾ ആസ്വദിക്കുന്നതെന്നുള്ള വളരെ നിശ്ചിതമായ വിമർശനങ്ങളും ചോദ്യങ്ങളും ഇന്ന് കോടതി ഉയർത്തുകയാണ്. വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുകയാണ്. ലിഡിയ ജേക്കബാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.